അണ്ണന്റെ ഐഡിയ നോക്കി 9. മരുന്ന് വാസം എന്ന് പറഞ്ഞ ക്യാരക്ടറെ ഊമ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എനിക്ക് എത്ര റേറ്റിംഗ് തരും? 9.9. ഏതാ ലുക്ക്? അതെ, അത് നമ്പർ വരെ 9 ആണ്. ഇനി കാണുന്നവരൊക്കെ കുണ്ടാന്നൂടെ വിളിക്കട്ടെ. എന്റെ ഐഡി 9 ആണ്. എന്റെ ചുണ്ടത്ത് ലിപ്സ്റ്റിക്ക് ഈ സീറ്റ് ബെൽറ്റ് ഇട്ടില്ല, ഇതിങ്ങനെ അടിച്ചോണ്ടിരിക്കുവല്ലേ. അപ്പൊ ഇറങ്ങുന്നതിന് മുമ്പ് സീറ്റ് ബെൽറ്റ് ഇനി ഊരാനും എടുക്കാനും നിക്കണം. അപ്പൊ വാറിൽ ഇനി സീറ്റ് ബെൽറ്റ് തൊണ്ടേ കുടുങ്ങിയായിരിക്കും ചാവണം, ഒരു സംശയവും ഇല്ല. ഇനി PL വരുമ്പം ഈ സീറ്റ് ബെൽറ്റ് കിടന്ന് 10 വട്ടം ഞെക്കും, അത് കുരുങ്ങിയോ അണ്ടിയിൽ ഉടക്കിയോ ഒന്നും അറിയാൻ പറ്റാതെ തല തല്ലി ചാവും. അപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി. എന്താന്ന് പറയട്ടെ, നിങ്ങൾക്ക് ട്യൂട്ടോറിയൽ ചെയ്യാൻ മടി. അപ്പൊ നിങ്ങൾ എന്ത് വിചാരിച്ചു, എല്ലാരും എന്റെ തത്സമയൊക്കെ കാണുന്നതല്ലേ, അപ്പൊ ഇവരെ കൊണ്ടുപോയി കാര്യങ്ങളൊക്കെ നോക്കിയാൽ എല്ലാവരുടെ അടുത്തും ഈഗിളുടെ ലൈവ് കണ്ടാ മതി എന്നൊക്കെ പറഞ്ഞു വിടാനല്ലേ ഒഴിവാക്കി. ഞാൻ നിങ്ങളുടെ ഒഫീഷ്യൽ ടെസ്റ്റർ. കൺഫേം ആൻഡ് ക്ലോസ്. ഹെൽമെറ്റ് വെക്കണ്ടേ? വെടി വെച്ചാലാ കൈ കയറി ചെട്ടിയുടെ അവളോ ഡ്രസ് പണിട്ട് എവിടെയും പാത്തിരുന്നിട്ടോ വേറെ കൊടുക്കാൻ പറ്റുമോ? അത് ഇതിന്റെ അകത്ത് അത് ഡ്രസ്സിലോട്ട് കൊണ്ട് ഇട്ടാ മതി. ഏത് ഇതിങ്ങനെ കറക്റ്റ് ആയിട്ട് വലിച്ചിടണം. കഷ്ടപ്പാടാണല്ലോ. അത്രേ ഉള്ളു. പിന്നെ അല്ല പിന്നെ സൂപ്പർ അപ്ഡേറ്റ്. നല്ലൊരു വണ്ടി വേറെ വല്ലതും ഉണ്ടോ? ഹൈ പെർഫോമൻസ് സെലക്ടഡ് വണ്ടി ഓൾറെഡി സെലക്ട് ആയാ? വണ്ടി സെലക്ട് ഇതേ ഉള്ള വണ്ടി. ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പോലെ പറ്റിച്ച് മെയിൻ ഗരാജ് ലൊക്കേഷൻ കൊടുക്കണ്ട. ടാക്സി നിർബന്ധം തോന്നുന്നു. മെയിൻ ഗരാജ് കൊടുത്തോ? അത് സെലക്ട് ചെയ്തോ? എന്നിട്ട് അത്ര പുതിയ വണ്ടിയൊക്കെ കൊള്ളാലോ. മറ്റേ ഓടിയല്ലേ ഇത്? അതല്ലേ സീറ്റ് ബെൽറ്റ് ഉണ്ടാ? ബെൽറ്റ് സീറ്റ് ബെൽറ്റ്. ക്യാമറ കാണൂടെ, നോക്കിക്കോണേ, പയ്യെ പോണേ. അടിച്ചു തീർക്കും. മാപ്പില്ലേ പാപ്പാ? എനിക്ക് ഞാനിത് സൗണ്ട് കുറച്ചിട്ടേക്കുക. സെറ്റിംഗ് ഓഡിയോ അപ്പൊ മറ്റേ ഇത് വാല്യൂ ഹെഡ് ഇല്ലേ, സാധനം വല്ലതും ഉണ്ടാ? എന്തോ വാല്യൂ ഹെഡ് ഇല്ലേ? എത്ര കിട്ടുന്ന ഒരു സിആറോ? ഒരു സിആർ അവിടെ കേൾക്കില്ല, ഞാൻ അങ്ങോട്ട് വരാം. സെർവർ അതെന്റെ മാത്രം. അണ്ണന്റെ ഐഡിയ നോക്കി 9. വരാല്ലേ ഇത് മരുന്ന് വാസം എന്ന് പറഞ്ഞ ക്യാരക്ടറെ ഊമ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കൊറിയൻ ലിപ്സ്റ്റിക് ഒക്കെ ആരോടും പോയി പറയല്ലേ. ഞാൻ ഇതൊക്കെ കൊള്ളാൻ കിട്ടാ. ലെഫ്റ്റില് നോക്ക്, നമ്മള് ഞെക്കി പിടിക്കുമ്പോ വിസിറ്റൊക്കെ പച്ച കളറാണ്. നോർമലി നിൽക്കുമ്പോ വിടുമ്പോ നോക്കിയോ, കണ്ടാ? എന്റെ അമ്മോ, അതൊക്കെ കൊള്ളാട്ടാ. ലോഗോ നോക്ക്, ലോഗോ പുതിയ ലോഗോ. നമുക്ക് നിങ്ങളെ കയറാൻ പറ്റുമോ? ഇല്ല നമുക്ക് കേറണമെങ്കിൽ റെഡിയല്ലേ? റെഡിയാ. ഞാൻ എന്നാ ഡിസ്കോഡിൽ നിന്ന് ഇറങ്ങിട്ട് വരാം. ഇറങ്ങട്ടെ. ഓക്കെ. എടാ ഞാൻ എന്നാ സിറ്റിക്കകത്തോട്ട് പോട്ടെ.
അണ്ണാ ഞങ്ങൾക്ക് സിറ്റി അതേ വിളിച്ചു ഡിഫെൻഡ് ചെയ്തിട്ട് അണ്ണാ ഞാൻ ഡിഫെൻഡ് ചെയ്തിട്ടേക്കാം നിങ്ങൾക്ക് സെറ്റ് ആണാ ഇവിടെ കാണാം. നമുക്ക് ഇവിടെ കാണാൻ പറ്റൂ. PL1 പറ. വാസുവിനെ ഓൺ എ സ്കെയിൽ 1 to 10 ആ. ഈ വണ്ടി വാസുവിന് എത്ര റേറ്റ് കൊടുക്കും? ഒരു 6 അപ്പാ. എന്തുകൊണ്ടാണ് 6? ഇനി ഒരു മിനിറ്റ് ഓൺ എ സ്കെയിൽ അപ്പാ എന്നെ ഒന്ന് കണ്ടു നോക്കേ. എനിക്ക് എത്ര റേറ്റിംഗ് തരും? 9.9. ഏതാ ലുക്ക്? അതെ, അത് നമ്പർ വരെ 9 ഇനി കാണുന്നവരൊക്കെ കുണ്ടാന്നൂടെ വിളിക്കട്ടെ. എന്റെ ID 9 ആണ്. എന്റെ ചുണ്ടത്ത് ലിപ്സ്റ്റിക്ക് സത്യം പറഞ്ഞ ഞാൻ ഒരു കാര്യം തുറന്നു കേട്ടോ വാസുവിനെ. പണ്ടാണെങ്കിലുണ്ടല്ലോ ഈ വാസവന്റെ മുഖത്തോട്ട് നോക്കുമ്പോ തന്നെ എന്തോ ഒരു വശപശക. അതെ അതെ. ഇപ്പൊ ഉണ്ടല്ലോ എന്റെ ദൈവം എന്തൊരു പ്രസന്നത അണ്ടി പറയാ. അപ്പൊ മാപ്പില്ലേ? മാപ്പുണ്ട്. എവിടെ മാപ്പ്? ഇതല്ലേ ഐഡി എത്ര? മാപ്പ് ഇടക്കിടക്ക് ബ്ലിങ്ക് ആയി പോകുന്നു. അതിപ്പോ റെഡി ആക്കി തരാം. ഐഡി എത്ര? ID 9. പോയി ഇത് കണ്ട. പക്ഷെ ഇതിൽ ഒട്ടയാക്കി കളഞ്ഞു കേട്ടോ ഈ ലെഫ്റ്റിലത്തെ ഗ്യാങ് ചാറ്റ് നോക്കിയ ഗൈസ് നിങ്ങള്. ഗ്യാങ് ചാറ്റ് ഒരു രസമില്ല കേട്ടാ. ഗ്യാങ് ചാറ്റ് ഭയങ്കര സ്റ്റാൻഡേർഡ് ആയി പോയി. റോള് സിവിലിയൻ ഫ്രീലാൻസർ. ഗ്യാങ് ചാറ്റ് നോക്കിയ ലെഫ്റ്റില് ഗ്യാങ് ചാറ്റ് ഭയങ്കര ഇതായി പോയി. അത് ഇറക്കി റെഡിയാവും. ഹലോ, നിങ്ങൾക്ക് എന്തെങ്കിലും ശരിയാക്കാൻ അറിയോ സിറ്റിയിലെ? ഫസ്റ്റ് ഇംപ്രഷനിൽ എനിക്കൊരു സജഷൻ ഉണ്ട് അപ്പാ. ഗ്യാങ് ചാറ്റ് ഭയങ്കര ഷോർട്ടായി പോയി അപ്പാ. ഗ്യാങ് ചാറ്റ് ഷോർട്ടായി പോയോ? ഗ്യാങ് ചാറ്റ് അല്ല, മറ്റേ ഇത് വരുന്ന ആ ചാറ്റ് വരുന്നത് ഒരു ഭംഗിയില്ല. പണ്ടത്തെ ആ ഒരു ഭംഗിയില്ല. ബാക്കിയൊക്കെ അടിപൊളി. പണ്ടത്തെ സാധനം എല്ലാരും ചീത്ത പറഞ്ഞിട്ടുണ്ടേ കൊള്ളത്തില്ലെന്ന് പറഞ്ഞ്. അയ്യോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അല്ല, ഇത് ഭയങ്കര ചെറുതായി പോയി അപ്പാ. പക്ഷെ നല്ല വിസിബിലിറ്റി ഇല്ലേ? വിസിബിലിറ്റി കുറവല്ലേ? അല്ല, ഞാൻ പറയണത് നമ്മുടെ കാര്യം മാത്രല്ല അപ്പാ. ഈ തത്സമയം ഒക്കെ കണ്ടോണ്ടിരിക്കുന്നവർക്ക് പ്രോപ്പർ ആയിട്ട് കാണത്തില്ല. ഇത് കുറച്ച് ചെറുതായിട്ടാ വരുന്നേ. കൊള്ളത്തില്ലെന്നല്ല ഞാൻ പറഞ്ഞു. എനിക്ക് പഴയത് ഇഷ്ടമായിരുന്നു. പക്ഷെ അത് കുറച്ച് ചെറുതായി പോയെന്ന് തോന്നുന്നു. ഇതോ നമുക്ക് വലുതാക്കാം. എല്ലാവരും നമ്മള് ഫീഡ്ബാക്ക് എടുത്തപ്പോഴേ എല്ലാരും പറഞ്ഞ ചാറ്റ് ഭയങ്കര വലുതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ വേണ്ടി ചെറുതാക്കി. ഇതിപ്പോ ചെറുതാണോ അത്? ഞാൻ ചാറ്റിലും ഗൈസ്, നിങ്ങൾ ചാറ്റിലുള്ളവർക്കൊക്കെ ഇത് കാണാമോ? അപ്പൊ എന്തെങ്കിലും ഒന്ന് ഇട്ടേ ചാറ്റ് വാർ ചാറ്റില്. അല്ല, ഞാൻ കാണിച്ചു കൊടുക്കും. വിസിബിൾ ആണോ നിങ്ങൾക്കൊക്കെ? വിസിബിൾ അല്ലേ? അതെ. കുഴപ്പമില്ല. കൊള്ളാം. അപ്പാ ഓവറോള് കാണാൻ രസമുണ്ട് അപ്പൊ. സെറ്റി ഒരു നല്ല ലുക്കായി. നമ്മള് തുടങ്ങിയതല്ലേ ഉള്ളൂ, കേറിയതല്ലേ ഉള്ളൂ. പിന്നെ ഇതിനകത്തെ ഓക്കെ. ഈ ഹോട്ട് ബാർ എവിടെയാ? ഏതാ ഹോട്ട് ബാറോ? ഹോട്ട് ബാറാണ് താഴെ, ഇൻവെന്ററി താഴെ 1 2 3 4 5. അതില് 3 കാണിക്കുന്നുള്ളല്ലോ. 3 1 2 1 5 അങ്ങനെയാ കാണിക്കുന്നേ. അതിന്റെ അകത്ത് വേറെ സാധനങ്ങൾ ഇരിപ്പുണ്ടാവും, അതുകൊണ്ട് അത് കാണിക്കാതെ. അവിടെ എന്തായാലും ലൈറ്റ് ഇരിപ്പുണ്ടോ? മനസ്സിലായേ? അത് വലിച്ച് മേലോട്ടിട്ട് നോക്കി. ഞാനേ അത് നമ്പറാ എഴുതി വെച്ചിരിക്കണെന്നാ വിചാരിച്ചേട്ടാ പെട്ടെന്ന്. എന്റെ മിസ്റ്റേക്കാണ്. അവരൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ കിടക്കല്ലേ? ഞാൻ ഇനി ഇങ്ങനെ ഫ്രീക്കനായിട്ട് നടക്കാൻ പോണേ സിറ്റി കൂടെ. ഇതാരാ? ഹലോ അത് പരിചയമുള്ള മനുഷ്യനാ. കേറിക്കോ. അപ്പൊ അതോ? വാ കേറ്. 5 years. എടാ, അത് കൺഫ്യൂഷൻ ആണ്. പുതിയ ഇന്റർഫേസിലോട്ട് മാറിയപ്പോ നമുക്ക് ഒരു കാര്യം ആദ്യമേ
കയ്യിലുള്ള കാശ് സേഫ് ആയിട്ട് കൊണ്ടുപോയി അതിനകത്ത് ഇട്ടേക്കാം, ബാഗ് ഇട്ടേക്കാം. ശരി. പിന്നെ ഭയങ്കര പ്രശ്നം വരും. ഓക്കെ, വാസവൻ ഇട്ടിട്ട് വരും. ആക്സിസ് ബാങ്ക് കണ്ടോ? ഫ്ലിക്കൊക്കെ ഭയങ്കര ലോഡിങ്. പേഴ്സണൽ ബാങ്കിങ്, സ്റ്റാൻഡേർഡ് ബാങ്ക്, ഷെയർഡ് ബാങ്കിങ്, ബിസിനസ് ബാങ്കിങ്. അതെ അതിന് നമ്മള് പേഴ്സണൽ ബാങ്കിങ് എടുക്കണം. പേഴ്സണൽ ബാങ്കിങ് ബയോമെട്രിക്സ് യൂസ് ചെയ്തോ. പിന്നെ ഫോണില്ല കേട്ടായിരിക്കും. പിന്നെ എങ്ങനെ ഫോണിലെ കുഴപ്പമില്ലല്ലോ. അത് നമുക്ക് വാങ്ങാം, ഫോണൊന്നും വേണ്ട. ഇപ്പം മൊത്തം എമൗണ്ട് ഇടണോ? 1 കോടി രൂപയും? അല്ല, കയ്യിൽ കുറച്ച് വെച്ചോ. ഒരു 50 ലക്ഷം കൈ വെച്ചോ. 50 ലക്ഷം ഇട്ടാൽ മതി. 50 ലക്ഷം അല്ല, വേണ്ട, 60 ലക്ഷം ഇടാം. 40 ലക്ഷം മതി. യൂണിറ്റ് 10, 100, 1000, 10,000, lakh, 10 lakh കൺഫേം ഡെപ്പോസിറ്റ്. അതേപോലെ ആ കാർഡ് കണ്ടോ? കാർഡെന്ന് പറഞ്ഞ കിടക്കുന്നത് കണ്ട് അത് ക്ലിക്ക് ചെയ്തിട്ടേ അതിനൊക്കെ ഒന്ന് പിന്ന് സെറ്റ് ചെയ്ത് വെച്ചോട്ടോ. കാർഡിൽ ക്ലിക്ക് ചെയ്തിട്ട് പിന്ന് അതിലെ സെറ്റിംഗ്സിന്റെ സിമ്പിൾ ഉണ്ടോ? ക്രെഡിറ്റ് കാർഡ്. ഇതെന്തില്ല ഇത്? ക്രെഡിറ്റും ഡെബിറ്റും. അതെ ഇവിടെ ക്രെഡിറ്റ് കാർഡ് അവൈലബിൾ വാസുവിന്. ലിമിറ്റ് കണ്ടായിരുന്നു 1 കോടി. എത്ര കോടിയാ? 10 കോടിയോ? 1 കോടി വരെ ക്രെഡിറ്റ് കിട്ടും നമുക്ക്. ആണോ? ഓ പിന്നെ അമ്പോ, ഇവിടെ പിന്നെ എവിടെ സെറ്റ് ചെയ്യുന്നേ? കാർഡ്സ്. ഒയ്യോ, ഡെബിറ്റ്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിന്റെ സെറ്റിംഗ്സിന്റെ അകത്ത് പിന്നെ അതിന് സെറ്റിംഗ്സ് ഒന്നും കാണിക്കുന്നില്ല. മേളില് ഫ്ലിക്ക് ആൻഡ് റൈറ്റ് സൈഡ് സെറ്റിംഗ്സിന്റെ സിമ്പിൾ ഉണ്ടോ? എന്റെ കണ്ണ് പോയതാണോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണുന്നുണ്ടോ? കണ്ടല്ലേ? ഇല്ല. ഹോം പേജ്, കാർഡ്സ്. കാർഡ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ 2 കാർഡ് ഓപ്പൺ ആയോ? ഓപ്പണേ. ആ കാർഡിന്റെ കാർഡ് തന്നെ. നാലൊക്കെ പറ്റത്തുള്ളൂ. 1, 2, 3, 4 ഇടാനിടാം. അപ്പൊ ഇതിനകത്ത് കാർഡ് നമ്മുടെ ആരെങ്കിലും എടുത്ത് മോടിച്ചോണ്ട് പോയ പൈസ എടുത്തോണ്ട് പോകാൻ പറ്റുമോ? കാർഡ് അല്ല, നമ്മളിവിടെ പിന്നെ സെറ്റ് ചെയ്താൽ മതി നമ്മുടെ കയ്യില്. അങ്ങനല്ല, നമ്മുടെ കാർഡ് വേറെ ആർക്കെങ്കിലും എടുത്തോണ്ട് പോകാൻ പറ്റുമോ? ഇല്ല, സേഫാ. പിന്നെ ഇത് തന്നെ മതി. ഞാൻ ടഫ് പാസ്വേഡ് ഇട്ട് 1, 2, 3, 4 ആയിരിക്കും അല്ലേ? കറക്റ്റ്. കാർഡ് അടിച്ചു മാറ്റാൻ പറ്റും കേട്ടോ. ഇൻവെന്ററിയിൽ കാർഡ് ഉണ്ടാവും നമ്മുടെ? ഇല്ല. ചെറുതായിട്ടൊന്ന് മേടിച്ചല്ലേ പോട്ടെ. ഇവിടുത്തെ 1000 രൂപ എടുത്ത് കൈ വെച്ചോ. 1000 രൂപ എടുത്ത് കൈ വെക്കാനോ? ഓ, നമ്മുടെ കയ്യിലുണ്ടായിരുന്ന പൈസ ഇല്ല ഇപ്പൊ എടുത്ത് അകത്തിട്ട്. അതെ. അപ്പൊ 60 ലക്ഷം, എന്റെ കയ്യിൽ 40 ലക്ഷം ഉണ്ട്. ഇത് വർക്കാവോന്ന് അറിയണ്ടേ? എന്ത് സത്യം പറഞ്ഞ സെർവറിനെ എന്നെ വെച്ച് ടെസ്റ്റ് ചെയ്യിപ്പിക്കുക, എന്നിട്ട് എനിക്ക് എക്സ്ക്ലൂസീവ് എൻട്രി അല്ലേ? അല്ല സാറേ, നമ്മള് ചെക്ക് ചെയ്ത് നോക്കണ്ടത് ഏതാ? നിങ്ങളതിന്റെ ഒരു ഇത് മനസ്സിലാക്കണ്ടേ? ഏത് ഞാൻ പിന്നീട് കാശൊക്കെ എടുക്കാൻ നോക്കിയിട്ട് എടുക്കാൻ പറ്റിയെങ്കിൽ വിഷമാകത്തില്ലേ? പേഴ്സണൽ ബാങ്കിങ്, ഡെബിറ്റ്. ഓ, ഇൻസേർട്ട് കാർഡ്, എന്റെ ടഫ് പാസ്വേഡ്, വെരിഫൈ പിൻ വെരിഫൈഡ്, വിഡ്രോ. 100 രൂപ എടുക്കാവേ. 100 രൂപ എടുത്താൽ മതി. കൺഫേം പ്രോസസിംഗ്, ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ. എന്റെ കയ്യിൽ വന്നോ ഞാൻ പറയാം. ഇനി അത് 100 രൂപ. വന്നു 100 രൂപ. വിഷയം കേട്ടോ, വിഷയം. പോയി ഫോൺ വാങ്ങിയാലോ? ഫോൺ വാങ്ങിയ. പക്ഷെ ഇത് കൊള്ളാം. അപ്പൊ മൊത്തത്തിലുള്ള ആ UI ഭയങ്കര രസമുണ്ട് കേട്ടോ. മറ്റേ ഭയങ്കര സ്റ്റാൻഡേർഡ് ആയി. ബാങ്കിങ്ങിന്റെ അല്ലേ? ഞാൻ ഒഫീഷ്യൽ ടെസ്റ്റർ ആണല്ലോ നിങ്ങളുടെ അല്ലേ? വാസുവിന്റെ കാര്യം പറയട്ടെ. ഈ ബാങ്കില് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇത് റിയൽ ലൈഫ് ബാങ്കിങ് ആണ്. അതേപോലെ ജോയിന്റ് അക്കൗണ്ട് ഉണ്ടാക്കാം, നമുക്ക് ബിസിനസ് അക്കൗണ്ട് ഉണ്ടാക്കാം. ഈ സീറ്റ് ബെൽറ്റ് ഇടല്ലേ ഇതിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമല്ലേ? അപ്പൊ ഇറങ്ങുന്നതിന് മുമ്പ് സീറ്റ് ബെൽറ്റ് ഇനി ഊരാനും എടുക്കാനും നിക്കണം. അപ്പൊ വാറിൽ ഇനി സീറ്റ് ബെൽറ്റ് തൊണ്ടേ കുടുങ്ങിയായിരിക്കും ചാവണം, ഒരു സംശയവും ഇല്ല. ഇത്രയും നാളത് ശീലമില്ലാഞ്ഞിട്ടാ പെട്ടെന്ന്. ഇനി PL വരുമ്പം ഈ സീറ്റ് ബെൽറ്റ് കിടന്ന് 10 വട്ടം ഞെക്കും. അത് കുരുങ്ങിയോ അണ്ടിയിൽ ഉടക്കിയോ ഒന്നും അറിയാൻ പറ്റാതെ തല തല്ലി ചാവും. ഈ സീറ്റ് ബെൽറ്റിന്റെ ആവശ്യമേ ഇല്ലായിരുന്നു പാപ്പ, സത്യം പറയാലോ.
ഇപ്പൊ PL വരുമ്പോഴാണ് ഇത് പിടിച്ച് ഞെക്കാൻ പോണം നമ്മള്, മനസ്സിലായോ? പിന്നെ PL വരാതിരിക്കാനാണല്ലോ നമ്മള് വലിയൊരു അപ്ഗ്രേഡ് ചെയ്ത് ഏത്. ഓ ഓക്കെ 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 ഓക്കെ. അപ്പൊ തന്തൂരി ഇതിനകത്ത് വേറൊന്നും കാണിക്കുന്നില്ലല്ലോ. തന്തൂരി, ബനാന, കാപ്പിച്ചീനോ, ജങ്ക് എനർജി. കേട്ടോ അത്ര സാധനങ്ങൾ കണ്ടോ. ഇവിടാണ് ഫുഡ് വാങ്ങുന്നത് കേട്ടോ. വാ. ഇവിടെ ഫോണില്ലല്ലേ? ഇല്ല.